ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ എങ്ങനെ ഒരു വീടിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിൽ ഹൈറ്റിലെ ഒരു ബ്ലോക്ക് വർക്കിൻ്റെ അവിടം വരെയാണ് നമ്മൾ നോക്കി നിർത്തിയിരുന്നത്. അത് അടുത്ത പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ അവിടെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ബാക്കി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കി നിർത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ടായത് ഒരു പ്ലാൻ ഇമ്പോർട്ട് ചെയ്ത പ്ലാനിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ഫൗണ്ടേഷൻ്റെ ഔട്ടർ വാൾസ് എല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്തു. ആ ഔട്ടർ വാൾസിൻ്റെ ഇടയിൽ വരുന്ന വിൻഡോസ് ഒരു കറക്റ്റ് ഒരു 60 സെൻറ്റിമീറ്ററിൽ സിൽ ഹൈറ്റിൽ മുകളിലേക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ കാര്യം. അപ്പോൾ അത് ഇപ്പോൾ ഞാനിവിടെ എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ ഒരു 60 സെൻറ്റിമീറ്ററിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്രഞ്ച് വിൻഡോ ആയിട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സില്ലപ്പോൾ കുറവായിരിക്കും. ഒരു 20 സെൻറ്റിമീറ്റർ മാത്രമേ അതിനൊരു സില്ലായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഫ്രണ്ടിലെ ഒരു വിൻഡോ മാത്രം ഞാൻ 20 സെൻറ്റിമീറ്റർ സില്ല് കൊടുത്തു. ബാക്കി എല്ലാ വിൻഡോസിനും ഞാൻ ഒരു 60 സെൻറ്റിമീറ്റർ സില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ വരുന്ന ഒരു വിൻഡോ മാത്രം അതൊരു കുറച്ചും കൂടി ഒരു 40 സെൻറ്റിമീറ്ററും കൂടി കൂടുതൽ വരും. ഒരു ജസ്റ്റ് ഒരു 40 അല്ല, ഒരു 1 മീറ്ററൊക്കെയാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് കിച്ചണിൽ വരുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ചും കൂടി കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഒരു 50 കൂടി ഞാൻ അതിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കിച്ചണിൻ്റെ പാത്രം വരുന്നത് അതിൻ്റെ ഒരു സില്ല് കുറവായതുകൊണ്ട് ആ ഒരു എൻ്റെ ഒരു വിൻഡോൻ്റെ ഹൈറ്റ് നമ്മൾ നോർമലി ഒരു 1 മീറ്റർ ഒക്കെയാണ് നമ്മൾ മാക്സിമം കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് മാത്രം മാറ്റി കൊടുക്കുന്നു. ബാക്കി എല്ലാ ഭാഗത്തും 60 സെൻറ്റിമീറ്റർ സില്ല് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബാക്കി വീഡിയോസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞാനിവിടെ കുറച്ച് ലെയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ വാൾ 1 എന്ന് പറഞ്ഞൊരു ടാഗാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അത് മാറ്റി ഇപ്പോൾ വാൾസ് എന്ന് പറയുന്ന ഒരു ടാഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ പുറമേ കൊടുത്തിരിക്കുന്ന എല്ലാ എക്സ്റ്റീരിയർ വാൾസും ആ ഒരു ലെയറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിപ്പോൾ ഞാനിപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഒരു പോർഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും. വാൾസിനും ഫൗണ്ടേഷനും ഫ്ലോർ പ്ലാനുമാണ് ഞാൻ ഓരോ ടാഗ് കൊടുത്തിരിക്കുന്നത്. അത് അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ അതിനനുസരിച്ച് ആ ഒരു ലെയറിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാൾസ് എല്ലാ എക്സ്റ്റീരിയർ വാൾസും അസൈൻ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ഫൗണ്ടേഷൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ പ്ലാൻ ഫൗണ്ടേഷൻ വാൾസ് ഇതെല്ലാം ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ തന്നെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ആ വാൾസിൻ്റെ ലെയറിൽ തന്നെയാണ് അത് ആയി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ 10 സെൻറ്റിമീറ്ററിൽ നമുക്ക് ലിൻഡൽ ക്രിയേറ്റ് ചെയ്യും. അതിന് മുകളിലേക്ക് ഈ 3 മീറ്റർ ഹൈറ്റിലേക്ക് ബ്ലോക്ക് വർക്ക് ചെയ്യുകയും ആണ് നമ്മൾ നോർമലി ഇതിൽ ഒരു ഡിസൈൻ ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 210 ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഞെക്കിയിട്ട് ടേപ്പ് മെഷർമെൻറ്റ് ടൂൾ എടുത്തു. ഇവിടെ 210 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു പോർഷൻ ഇവിടെ ഒരു മാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അതാണ് 210 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അതായത് 7 ഫീറ്റ് ഹൈറ്റ്. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ നിന്ന് ഞാൻ ഇവിടേക്ക് ഒരു റെക്റ്റാങ്കിൾ മാർക്ക് ചെയ്യുകയാണ് മുകളിലേക്ക്. ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് ബ്ലോക്ക് വർക്ക് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടേക്ക് മാർക്ക് ചെയ്യുകയാണ്. അത് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാനിതിവിടെ ഈ ഒരു ഗ്രൂപ്പിനെയാണല്ലോ നമുക്ക് നോർമലി എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ഈ ഒരു വാളിനെ കണക്ട് ചെയ്തിട്ടാണ് നമുക്കൊരു ബ്ലോക്ക് വർക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇനി റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്കത് ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. അതിനുശേഷം പുഷ് ബട്ടൺ അതായത് പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് പുഷ് ടൂൾ യൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഒരു കോർണറിൽ കൊണ്ട് വെക്കുമ്പോൾ അത് സ്നാപ്പ് ആവുന്നുണ്ടാവും, ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഒന്ന് കോർണറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് ടച്ചായി നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ പ്ലേസ് ആയി. അതിനുശേഷം പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് ക്ലിക്ക് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ എല്ലാ പോർഷനിലും ലിൻഡൽ വരുന്ന ഭാഗങ്ങളെല്ലാം 210 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. അപ്പോൾ എല്ലാ പോർഷനിലും ഇതുപോലെ 210 സെൻറ്റിമീറ്റർ ടൈപ്പ് മെഷർമെൻറ്റ് ടൂൾ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ലിൻഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ അടുത്ത. ആക്ച്വലി നമുക്ക് ഈ വാൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലഗിൻസ്, ഡയബുക്ക് എന്നൊക്കെ പറയുന്ന പ്ലഗിൻസ് നമ്മൾ സ്കെച്ചപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാനിപ്പോൾ യാതൊരു തരത്തിലുള്ള പ്ലഗിൻസോ കാര്യങ്ങളോ യൂസ് ചെയ്യാതെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ടൂൾസ് വെച്ചിട്ട് എങ്ങനെ മോഡൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ചിലപ്പോൾ ചിലർക്ക് അതിൻ്റെ ഒരു അറിവുണ്ടായിരിക്കാം ചില പ്ലഗിൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു പ്ലഗിൻസ് യൂസ് ചെയ്യാതെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ടൂൾസ് മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നതും. അപ്പോൾ അതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ 210 സെൻറ്റിമീറ്ററിൽ ലിൻഡൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പോർഷൻ എന്താണെന്ന് നോക്കാം.
ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് പ്രകാരം ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും 210 സെന്റിമീറ്റർ ഹൈറ്റിൽ ബ്ലോക്ക് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ലിൻഡൽ വരച്ചിട്ടുണ്ട്. ലിൻഡലിന്റെ മുകളിലായിട്ട് ബ്ലോക്ക് വർക്ക്, അതായത് ഒരു കംപ്ലീറ്റ്ലി ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുമോ അതുപോലെ, ഒരു റൂഫ് ഇല്ലെങ്കിൽ, ഒരു റൂഫ് പണിയുന്നതിന് മുന്നേ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുമോ അതുപോലെ ഉള്ള ഒരു രീതിയിലേക്ക് ഇതിനെ മോഡൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. 210 സെന്റിമീറ്റർ ഹൈറ്റിൽ മാർക്ക് ചെയ്തു. അതിന് മുകളിൽ നിന്ന് ആ ഗ്രൂപ്പിനെ എഡിറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിന്റെ ഒരു സൈഡിലേക്ക് ആ ഒരു ഗ്രൂപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അടുത്ത വാളിലേക്ക് ടച്ച് ചെയ്തു. അത്രയും ഇത് എല്ലാ ഭാഗവും ചെയ്യുമ്പോൾ ദേ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോർഷനിൽ ഞാൻ ഇങ്ങനെ ഒരു വ്യൂ ഇതിനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതൊരു എനിക്ക് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യം വരുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു വ്യൂവിലേക്ക് ഞാനൊരു സീൻ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ഡീഫോൾട്ട് ട്രൈയിൽ സീന് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഈ ഒരു വ്യൂവിൽ ഞാൻ ഇതിനെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീൻ നമ്പർ 1 ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡ് വ്യൂ ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സീൻ നമ്പർ 2. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ ഞാൻ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സീൻ നമ്പർ 3. ഓക്കെ. അപ്പോൾ സീൻ നമ്പർ 1 ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റിലേക്ക് വരുന്നുണ്ട്, സീൻ നമ്പർ 2 റൈറ്റ് സൈഡിലേക്ക്, അതുപോലെ തന്നെ സീൻ നമ്പർ 3 ലെഫ്റ്റ് സൈഡിലേക്കും. ഓക്കെ. അപ്പോൾ എനിക്ക് ഏതൊരു ആവശ്യം വേണ്ടത് ഒരു സീൻ നമ്പർ 1 ആണ്. അപ്പോൾ ഓക്കെ, സീൻ നമ്പർ 1ലേക്ക് ഞാൻ എടുക്കുന്നു. അതിനുശേഷം നമ്മളിത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാൾസ് വിൻഡോസ് എല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള ബ്ലോക്ക് വർക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാൾസ് വിൻഡോസ് എല്ലാം ഇതിനകത്ത് ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു റൂഫ് വരയ്ക്കണം. ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ വാൾസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് മോഡൽ മോഡിഫൈ ചെയ്തുകൊണ്ട് എനിക്ക് രണ്ടാമത് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം ഈ വാൾസ് എന്ന് പറഞ്ഞ ഒരു ലെയറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എഡിറ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നേരെ മറിച്ച് എഡിറ്റ് ചെയ്യാതെ നമ്മൾ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് പുതുതായിട്ട് ഡിസൈൻ ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മളതിനെ പിന്നെയും ലെയറായിട്ട് അസൈൻ ചെയ്യേണ്ടി വന്നേനെ. നമ്മളിപ്പോൾ ഓൾറെഡി അസൈൻ ചെയ്ത വാൾസിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വാൾസ് ഹൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഞാൻ 210 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത പോയിന്റ്സ് പല ഭാഗത്തും കാണുന്നുണ്ട്. നമുക്ക് ഇന്ന പോയിന്റ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിളിൽ വെച്ചിട്ട് നമുക്ക് അതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലൈനും ഇതെല്ലാം നമ്മൾ റെഫറൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചൊരു ലൈനാണ്. എല്ലാം ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാൾസ് അൺഹൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് വന്നു. ഓക്കെ. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു റൂഫ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ 3 മീറ്റർ ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ സ്ലാബ് വരും. ഒരു ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ റൂഫ് സ്ലാബ്. അതാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഈ കോർണറിൽ സെലക്ട് ചെയ്യുന്നു, ഈ കോർണറിലേക്ക് പിടിക്കുന്നു. ഇപ്പോൾ അതിനെ കവർ ആയിട്ടുണ്ട്. ഒരു ഫേസ് ആണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ അതിന് തിക്നെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മേലിലേക്ക് ഒരു 10 സെൻറ്റിമീറ്റർ ആണ് സ്ലാബിൻ്റെ ഒരു തിക്നെസ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുന്നു. ഇതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 3 വട്ടം ക്ലിക്ക് ചെയ്തു, അതിനെല്ലാം സെലക്ട് ചെയ്തു, അതിനുശേഷം അതിനെ ഗ്രൂപ്പ് ആക്കി. അതിനുശേഷം ഞാനിവിടെ പുതിയൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യാണ്. ഗ്രൗണ്ട് ഫ്ലോർ റൂഫ് സ്ലാബ് എന്നാണ് ഞാൻ അതിന് പേര് കൊടുക്കുന്നത്. അതവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു നമ്മൾ ചെയ്തിരിക്കുന്ന സ്ലാബിനെ ഞാൻ അതിലേക്ക് അസൈൻ ചെയ്യുകയാണ്, ആ ഒരു ലെയറിലേക്ക്, ഗ്രൗണ്ട് ഫ്ലോർ റൂഫ് സ്ലാബ്. അത് അസൈൻ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡ് ചെയ്ത് നോക്കാം. യെസ്, അസൈൻ ആയിട്ടുണ്ട്. അപ്പോൾ റൂഫും വന്നിരിക്കുകയാണ്. ഇത്രയാണ്. ഞാനിപ്പോൾ ഇത് പണിയാൻ ഉദ്ദേശിക്കുന്ന ഒരു നില വീടാണ്, ജസ്റ്റ് 1 സ്റ്റോറി ഹൗസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെത്തേഡ് എല്ലാം സെയിം ആണ്. ഇപ്പോൾ ഞാനിവിടെ ഡ്രോയിങ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു, അതിൻ്റെ മുകളിലേക്ക് വാൾസ് ചെയ്തു. ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഒരു 2 നില വീടാണെന്നുണ്ടെങ്കിലും രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാൻ ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു കോർണറിൽ നമ്മളിപ്പോൾ കൊണ്ടുവച്ച പോലെ ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു, ഫ്ലോർ പ്ലാൻ സെലക്ട് ചെയ്യുന്നു, അത് ആ ഒരു പ്ലാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് മൂവ് ബട്ടൺ ഞെക്കിയതിന് ശേഷം ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാൾസും ഇതുപോലെ നമുക്ക് മേലിലേക്ക് എടുക്കാം. അതിൻ്റെയും ഇതുപോലെ തന്നെ വാൾസ് ക്രിയേറ്റ് ചെയ്യാം. വാൾസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വിൻഡോസിന് മുകളിൽ ലിൻഡൽ ക്രിയേറ്റ് ചെയ്യാം. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞ് സമയം കളയണ്ട എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരു നിലയിൽ നിർത്തുന്നു. അപ്പോൾ ഞാൻ അൺഡു ചെയ്തിട്ട് ഒരു പ്ലാനിനെ അടിയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ വിൻഡോസ് എങ്ങനെ ഫിക്സ് ചെയ്യാം, ഡോർസ് എങ്ങനെ ഫിക്സ് ചെയ്യാം, ബാക്കി മുകളിൽ എങ്ങനെ പാരപ്പറ്റ് ഡിസൈൻ ചെയ്യാം, പിന്നെ ബാക്കി ഇതിൻ്റെ സൺഷെയ്ഡ് അങ്ങനെ വരുന്ന ഡിസൈൻ എലിമെന്റ്സ് ഒക്കെ എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത റൂഫ്, ഇത് നോർമലി നമ്മൾ റൂഫ് വെക്കുമ്പോൾ ഇതിനോട് ഫ്ലഷ് ആയിട്ടല്ല, ഒരു ബ്ലോക്ക് വർക്കിനോട് ഫ്ലഷ് ആയിട്ടല്ല വരാറ്. ഇതിൻ്റെ അടുത്തുനിന്ന് ഒരു ഓഫ്സെറ്റ് ഒരു അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ ഇപ്പുറത്തേക്ക് ഉണ്ടാവാറുണ്ട്. ഒരു 10 സെൻറ്റിമീറ്ററിൽ 10 സെൻറ്റിമീറ്റർ ഒക്കെ പ്രൊജക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്യാണ്. 2 വട്ടം ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിനുള്ളിൽ എൻ്ററായി. ഈ ഒരു കോർണറിനെ ഞാനൊരു 10 സെൻറ്റിമീറ്ററും കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് പുഷ് ചെയ്യാണ്. 10 എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു സൈഡും ജസ്റ്റ് പി ഞെക്കുന്നു, 10 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ഞെക്കുന്നു. അതുപോലെ എല്ലാ സൈഡിലും ഞാൻ ചെയ്യുകയാണ്, 4 സൈഡിലും പി ഞെക്കുന്നു. ഇപ്പോൾ 10 തന്നെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. മുന്നേ ചെയ്ത സെയിം കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗവും സെലക്ട് ചെയ്യുന്നു, പുഷ് ടൂൾ യൂസ് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ നോർമലി നമ്മൾ വീട് പണിയുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ചാട്ടം കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺഷെയ്ഡ് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സൺഷെയ്ഡ് ഇപ്പോൾ എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറൗണ്ട് ത്രൂ ഔട്ട് നമുക്ക് ഫോളോ മീ എന്ന് പറയുന്ന ഞാൻ മുന്നേ പറഞ്ഞ ടൂൾ വെച്ച് ഇത് മൊത്തത്തിൽ ഓൾറൗണ്ട് ആയിട്ടൊരു സൺഷെയ്ഡ് കൊടുക്കാം. പക്ഷേ കുറച്ചും കൂടി ഒരു എസ്തറ്റിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. ആ സ്പ്ലിറ്റിന്റെ കൂടെ ഒരു ഫിൻ വാള് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസൈനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഈ ഒരു 210 സെൻറ്റിമീറ്ററിന്റെ മുകളിലേക്കാണ് നോർമലി സൺഷെയ്ഡ് വരുന്നത്. ഇതാണ് ഒരു 210 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതിന്റെ മുകളിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം ഒരു മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് മൊത്തം ഒരു 150 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ അടിയിൽ ഡയമെൻഷൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ഇത് എത്രയാണ് ഇതിൻ്റെത്. അപ്പോൾ ഞാനൊരു സൺഷെയ്ഡിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 7 സെൻറ്റിമീറ്റർ തിക്നെസ് ആണ്. 7,150 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അളവിലുള്ള ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു റെക്റ്റാങ്കിളിൽ ഞാനിപ്പോൾ തൽക്കാലം മുന്നിലേക്ക് പുഷ് ചെയ്യാണ്. അതിനെ സെലക്ട് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു. സൺഷെയ്ഡിൻ്റെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ 60 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ ചെയ്യുന്നു. അപ്പോൾ 60 സെൻറ്റിമീറ്റർ വരുന്നു. അതിന് ശേഷം നമ്മൾ നോർമലി ചെയ്യാറുള്ളൊരു മെത്തേഡ്, ഇതിനെ 3 വട്ടം ക്ലിക്ക് ചെയ്യുന്നു, എല്ലാം സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം അതിനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അതിന് ശേഷം ഞാനിവിടെ ഒരു പുതുതായിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. സൺഷെയ്ഡ്സ് എന്ന് പറയുന്നൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ ടാഗ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൺഷെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തു, അതിനെ സൺഷെയ്ഡിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, അസൈൻ ആയിട്ടുണ്ടോ നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സൺഷെയ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സൺഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സൺഷെയ്ഡ് കറക്റ്റ് ഈ ഒരു വിൻഡോൻ്റെ സൈസിലല്ല നിൽക്കുന്നത്. നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. തൽക്കാലം ഞാൻ ഇതിനെ ഈ ഒരു എൻഡ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയി. അതിനുശേഷം ഈ ഒരു കോർണർ സെലക്ട് ചെയ്യുന്നു, പുഷ് ടൂൾ യൂസ് ചെയ്യുന്നു. ഈ ഒരു കോർണർ വരെ ഞാൻ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു സൺഷെയ്ഡ് ആണ്. ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പകരം ഞാനൊരു ഫിൻ വാളായിട്ട് അടിയിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫിൻ വാളിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് പുഷ് ബട്ടൺ ഞെക്കുന്നു. ഒരു 20 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഈ 20 സെൻറ്റിമീറ്ററിനെ ഞാൻ അടിയിലേക്ക് ഒരു ഫിൻ വാളായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രൂപ്പിലേക്ക് ഒന്നും കൂടി എൻ്റർ ആവുന്നു. അതിനുശേഷം ഇതല്ല, ഈ ഒരു പ്രൊജക്ഷൻ ആണല്ലോ 20 സെൻറ്റിമീറ്റർ. നമുക്ക് ഇത്രയും പറഞ്ഞ പ്രൊജക്ഷൻ ആണ് ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാനൊരു റെക്റ്റാങ്കിൾ പുതുതായിട്ട് വരച്ചു കൊടുക്കുന്നു, 20 സെൻറ്റിമീറ്റർ. അത് എന്നിട്ട് ഈ റെക്റ്റാങ്കിൾ ഞാൻ അടിയിലേക്ക് ഒരു വാളായിട്ട് ഡിസൈനിൽ ഇങ്ങോട്ട് കൊടുക്കുന്നു. അടി വരെ മുട്ടുന്ന രീതിയിൽ ഞാനത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഡിസൈൻ ഇതിനൊരു മാച്ചിങ് അല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു സൺഷെയ്ഡിൻ്റെ ഈ ഒരു ഭാഗം 10 സെൻറ്റിമീറ്റർ, ഇവിടെ 20 സെൻറ്റിമീറ്റർ. അപ്പോൾ അതൊരു മാച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ്, സൺഷെയ്ഡിൻ്റെ ഈ ഒരു ഭാഗത്ത് തിക്നെസ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഗ്രൂപ്പിലേക്ക് എൻ്റർ ആവുന്നു. 7 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 13 സെൻറ്റിമീറ്റർ കൂടി ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് തിക്നെസ് ആയി. ഓക്കെ, ഇപ്പോൾ ഒരു ഡിസൈൻ ഒരു ഏകദേശം ഒരു ഭംഗിയിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു തിക്നെസ് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു സൺഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു മിറർ ഇമേജ് ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് കൊടുത്തു നോക്കാം. സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് കൊടുക്കാം.